രാവിലെ തന്നെ കൈക്ക് നല്ല പണി കിട്ടിയിട്ടാ. രാവിലെ മോനും ഞാനുമായിട്ട് ചെറിയൊരു സൗന്ദര്യ പണക്കുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ എൻ്റെ കൈ എവിടെയോ മുട്ടിപ്പോയിട്ട് വിരൽ എന്തോ ആയിപ്പോയതാണ്. എല്ലൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ നന്നായിട്ട് വീങ്ങി വന്നിട്ട് കൈ അനക്കാൻ പറ്റുന്നില്ല വിരൽ. അപ്പം മരുന്നൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ ഒന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇലയുടെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൈ വെച്ചിട്ട് എന്തായാലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ വീട്ടിൽ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് ഈ കൂട്ടുകുടുംബം ഭയങ്കര ചില സമയത്ത് ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്ന് പറയുന്നത് ഭയങ്കര സത്യമായിട്ടാണ്. അങ്ങനെ വീട്ടിൽ കുറേ പേരുള്ളതുകൊണ്ട് ഓരോരുത്തരും ഓരോ ടാസ്ക് ചെയ്തിട്ട് ഈ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. അങ്ങനെ നമ്മൾ ഇലയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങ ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് ഉരുക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് വെള്ളം ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കുറുകുന്ന സമയത്ത് ഏലക്കപ്പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് നുള്ളു ഉപ്പും ചേർത്തിട്ട് നമ്മുടെ പണ്ടം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനിടയിൽ നമ്മൾ അരിപ്പൊടി ഒന്ന് കുഴച്ച് മാവിൻ്റെ രൂപത്തിലാക്കിയിട്ട് വെക്കാം കേട്ടോ, ഉപ്പും വെള്ളവും ചേർത്തിട്ട്. പിന്നെ നമ്മൾ സാധാരണ ഇലയിൽ ഇതുപോലെ എന്താ പറയുക മാവ് ഇങ്ങനെ പരത്തി നൈസായിട്ട് പരത്തുക. എന്നിട്ട് നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് ഫോൾഡ് ചെയ്യുക. ആവിയിൽ ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ഇലയട നമുക്ക് റെഡിയായിട്ട് കിട്ടും. എനിക്കിത് പണ്ട് തീരെ ഇഷ്ടമില്ലാത്ത, ടേസ്റ്റ് നോക്കാൻ പോലും താല്പര്യമില്ലാത്തൊരു കടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാട്ടോ ഇതിനെ. എൻ്റെ മോന് ഇഷ്ടമുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്കും ഭയങ്കര ഫേവറേറ്റ് ആണ് ഇപ്പോൾ ഇത്. അപ്പം നമ്മൾ ഇലയുടെയൊക്കെ ചൂടോടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ.